ചെകുത്താൻ്റെ ആൾ ആണ് നമ്മോടൊപ്പം ഉള്ളത്. അജു ഫേസ്ബുക്ക് പോസ്റ്റ്, യൂട്യൂബിൽ പോസ്റ്റ് വന്നു, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു, അറസ്റ്റ്, ഒടുവിൽ ജാമ്യം. എന്ത് തോന്നുന്നു? അങ്ങനെയല്ല, FIR ഇട്ടു, കേസെടുത്തു, CI വിളിച്ച് പറഞ്ഞു, പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു, നാളെ രാവിലെ 8 മണിക്ക് ഇത് വരണമെന്ന് പറഞ്ഞു. ഞാൻ നാളെ രാവിലെ പോകാനുള്ള എറണാകുളത്ത് നിന്ന് പോകാനുള്ളൊരു ഇതിലിരിക്കുന്നു. വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ ന്യൂസ് വരുന്നു, ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു, അക്കൗണ്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ്. അത് തെറ്റായൊരു വാർത്തയായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിലും അവർ വാർത്ത ചെയ്യുന്നതിനകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. ഞാൻ അവിടെ 8 മണിയാകുമ്പോൾ ചെന്നിട്ട് എന്നോട് CI വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ചെന്ന് മെഡിക്കലൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താ പറയുക, തെളിവെടുപ്പിന് പോകുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ട്രൈപോഡ്, സ്റ്റാൻഡ്, മൈക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അത്രേ നടന്നിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും അവിടെ കൂടുതലായിട്ടൊന്നും. അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ അതിനോടൊപ്പം നിൽക്കുന്നു. മോഹൻലാൽ അവിടെ പോയി സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെയുള്ള പരാമർശങ്ങളാണല്ലോ ഈ കേസിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിനകത്തൊരു പിഴവ് സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ അജുവിന്? ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെ ഇപ്പം ഞാൻ ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തന്നെ മടുത്തുപോയി. അതിനിപ്പോൾ നിങ്ങളോട് വീണ്ടും 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 പറയാമെന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ശരിയായ നടപടിയല്ലല്ലോ. അതുകൊണ്ടാണ്. ഒരു തിരുത്തൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ സ്വയം? തിരുത്താൻ എപ്പോൾ വേണേലും നമുക്ക് തിരുത്താം. തിരുത്തലൊന്നും ഒരു തെറ്റായ കാര്യമല്ലല്ലോ. തിരുത്തണമെങ്കിൽ തിരുത്താം. ഷൈൻ ടോമിനെ പോലെ അഭിനയിക്കട്ടെ, തിരുത്താമല്ലോ, എപ്പോൾ വേണമെങ്കിലും തിരുത്താം, അങ്ങനെ പറഞ്ഞാൽ മതിയോ? അപ്പോൾ അതൊക്കെ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇതിനകത്ത്. പിന്നെ വിമർശനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയാണ്? അല്ല, ഞാനൊരു അഭിപ്രായം പറയുമല്ലോ, എല്ലാം എൻ്റെ അത്രേ ഉള്ളൂ. ഏത് വീഡിയോ ആണെങ്കിലും, അത് ഏതെങ്കിലും വാർത്തകളെ പറ്റിയൊക്കെ ഞാനിങ്ങനെ ഏത് വാർത്തയാണെങ്കിലും ചിലപ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയും. അതിപ്പോൾ അത് വണ്ടിയാണേലും പറയും, പട്ടിയാണേലും പറയും, പൂച്ചയാണേലും പറയും, മണ്ണിടിഞ്ഞതാണേലും പറയും, മഴ പെയ്താണേലും പറയും. അപ്പോൾ എനിക്ക് അതിനകത്ത് ചിലപ്പോൾ കുറച്ചൊക്കെ അറിയായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സാധാരണക്കാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ എന്താ പറയുക, ഇവിടുത്തെ ക്രൈം ആണേലും പറയും, കുറച്ചൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഉള്ള ഈ തട്ടിപ്പുകൾ കണ്ടാൽ പ്രത്യേകിച്ച് പറയും. അപ്പോൾ അത് എന്ത് തരം തട്ടിപ്പാണെങ്കിലും, ഫിനാൻഷ്യൽ തട്ടിപ്പുകളെ പറ്റി എനിക്ക് ഇപ്പം നടക്കുന്ന മറ്റേ ഓൺലൈൻ തട്ടിപ്പിനെ പറ്റി അറിയത്തില്ല. നേരത്തെയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ നടന്ന് പറ്റിച്ചുകൊണ്ടിരുന്ന മതം, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള പറ്റികളൊക്കെ പൊളിക്കലാണെന്ന് ആദ്യത്തെ പരിപാടി. അത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനെപ്പോഴും ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടൻറ്റ് കണ്ടാൽ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഈ വിമർശനം, അത് ആരും വിമർശനത്തിന് അതീതരല്ല, പക്ഷേ ഉപയോഗിച്ച ചില ഭാഷകൾ അതിനകത്തിൽ ഒരു കൈവിട്ടു പോയ പോലെ തോന്നും. നമ്മുടെ നാട്ടിൽ ഇവിടെ എല്ലാവരും പറയുന്ന പോലത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ഞാനൊരിക്കലും ഇതൊരു ഭയങ്കര ഒരു അവതരണ രീതി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക, മനസ്സിലായി? സംസാരിക്കുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വേണേൽ ഈസിയായിട്ട് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാമല്ലോ. പക്ഷേ ഞാൻ വളരെ റിലാക്സ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നിടയ്ക്ക് ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലോ, അതിനിടയിലൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വല്ല BGM ഉണ്ടെങ്കിൽ ഒരു എന്താ പറയണ്ടേ, അതിനെന്താ പറയുന്നത്, ഇങ്ങനെ ചില്ലെന്നടിക്കുന്നത് ആ സാധനത്തിന് പറയുമല്ലോ, അതിനെന്താ പറയുന്നത്, ഉണ്ട്, അത് നാടകത്തിലൊക്കെ ഇടയ്ക്ക് അടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെ വല്ലതും വന്നാലേ ഉള്ളൂ. പിന്നെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കൂടെ കൂട്ടി ഒരു പാട്ട് കേൾക്കുന്ന പോലെ കേട്ടങ്ങ് വിടണം. കേസും പോലീസ് നടപടിയൊക്കെ വന്നതുകൊണ്ട് ഇനിയുള്ള വീഡിയോയിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കും, അങ്ങനെയുണ്ടോ? അയ്യോ, ഞാൻ അല്ലെങ്കിലും ജാഗ്രതയൊന്നും പാലിക്കാതിരിക്കുന്നൊന്നുമില്ല. ഞാൻ ആരെപ്പറ്റിയും എന്താ പറയണ്ടേ, ഇല്ലാത്തത് പറഞ്ഞു, അല്ല അപവാദ പ്രചരണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വിദ്വേഷ പ്രചരണം, അല്ലെങ്കിൽ കലാപാഹാനം, ഒരു മനുഷ്യനെ തല്ലാനോ അടിക്കാനോ പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ ഒരിക്കലും പ്രേരിപ്പിക്കാത്ത വീഡിയോസേ ചെയ്യത്തുള്ളൂ. പക്ഷേ FIRൽ കലാപാഹ്വാനമുണ്ട്. അത് എനിക്കറിയത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒരിടത്തും ഇല്ല. എനിക്ക് അങ്ങനത്തെ പരിപാടി പറ്റത്തില്ല. നമ്മളൊരു സമാധാനമാണ്. അതുകൊണ്ട് അല്ല, അങ്ങനെയല്ല, സമാധാനം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം, സമാധാനം അതാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനെയൊക്കെ ഞാൻ ഓരോന്നൊക്കെ പറയാം. നിങ്ങൾ ഇടണമെന്നൊന്നുമില്ല, അല്ല അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ല ഞാൻ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കണമെന്ന് എനിക്കൊരു അങ്ങനെയുള്ള അത്യാവശ്യമൊന്നുള്ള ഞാൻ പ്രശ്നമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, മനസ്സിലായില്ലേ?
നമ്മുടെ അടുത്ത വീഡിയോ എന്നുള്ളത് ഈ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമോ? ഇല്ല, എനിക്കൊരു എനിക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫണ്ട് റൈസിങ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. അതായത് എൻ്റെ ഒരു പേഷ്യൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയത്തില്ല. എൻ്റെ ഈ ഫോണില്ല, ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഫോണാണ് മേടിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സിമ്മും ഇല്ല. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, അയാൾ ശരിക്കും പറഞ്ഞാൽ ലിവർ സിറോസിസ് ആയിട്ട് സീരിയസ് ആയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ എടുക്കാഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവന്നു. അയാൾക്ക് 70,000 രൂപ അടച്ചാലേ അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് ഫണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റം വെച്ചിട്ട്, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്തൊരു കേസ് വന്നാൽ അപ്പോൾ കേസ് അപ്ലോഡ് ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ട് കൊടുക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാമായിരുന്നു, പക്ഷേ നടന്നില്ല. അത് ഈ 2 ദിവസത്തെ ഡിലേ കാരണം അതൊന്നും നടന്നിട്ടില്ല. അയാളുടെ കണ്ടീഷൻ പോലും എനിക്കറിയത്തില്ല. എനിക്ക് വിളിച്ചിട്ട് ഇതുവരെ അവരുടെ കോളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. വീഡിയോ ചെയ്തതിൽ ആദ്യമായിട്ടാണോ സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്? വീഡിയോ ചെയ്തതിൽ മാത്രമല്ല, ഞാൻ പല രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്തില്ല. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ബാല വീട്ടിൽ വന്നതിൻ്റെ പേരിൽ കുറേ ദിവസം ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. തോക്കുമൊക്കെ ആയിട്ട് ബാല വന്നപ്പോഴും സ്റ്റേഷനിൽ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് പരാതികളുണ്ട്, പലരുടെ ആവശ്യങ്ങൾക്ക് സ്റ്റേഷനിൽ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരിടത്ത് ഒരു 4-5 കേസുകൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴൊക്കെ സ്റ്റേഷനിലും കോടതിയിലും ആശുപത്രിയിലും ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഏരിയയാണ്. സ്കൂളിൽ അങ്ങനെ അധികം പോകാറില്ല, അവിടുത്തെ കാര്യങ്ങൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടതല്ല. അല്ലാതെ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, കോടതി അങ്ങനെയാണ് പോകുന്നത്. അത് എന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. മോഹൻലാലിന് വേണ്ടി അമ്മയാണ് ഇടപെട്ട് പരാതി നൽകിയത്. അദ്ദേഹത്തെ നേരിൽ കാണാനോ ഈ വിഷയത്തിൽ എന്തെങ്കിലും മാപ്പ് പറയോ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? നേരിട്ട് കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടൊന്നും പറയാനില്ല. നമ്മളെന്ത് പറയാനാ? ഇപ്പം മമ്മൂട്ടിയെ നേരിട്ട് കാണണമെന്ന് ചോദിച്ചാൽ എനിക്ക് കാണണമെന്നൊന്നുമില്ല. അങ്ങനെ കമലഹാസനെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന് കാണാൻ പറ്റിയില്ല. വേറെ ആരെയും അങ്ങനെ കാണണമെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം എനിക്കങ്ങനെ ഫാൻസ് അല്ല അങ്ങനത്തെ സ്റ്റാർഡം ഒന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല. എല്ലാവരും ഒരുപോലെയൊക്കെ ഉള്ളൂ. അയാൾ അതുവഴി നടന്നു പോകുമ്പോൾ അയാൾക്ക് അയാളുടെ ഫ്രീഡത്തിൽ അയാൾ നടക്കണം. അയാളുടെ ഇടയിൽ കയറി ചെന്ന് എന്തെങ്കിലും പറയാനോ സെൽഫി എടുക്കാനോ ഞാൻ ആരുടെ അടുത്തും പോകത്തില്ല. ഞാൻ പൊക്കോട്ടെ, എനിക്കൊരു അത്യാവശ്യം ഉണ്ടാകുന്നു. ഇനി ഇവരെന്തോ ചെയ്യുമെന്ന് എനിക്കറിയാത്തത്.